DC ബുക്സ് അവരുടെ ജീവനക്കാരനെ പുറത്താക്കിക്കൊണ്ട് മാത്രം തീരുന്നില്ല. ഈ വിഷയത്തിൽ ഒഫൻസ് എടുക്കണം എന്ന തലത്തിലേക്കാണ് ഇപ്പോൾ CPM നേതാക്കളുടെ പ്രതികരണം വരുന്നത്. തീർച്ചയായും പ്രതീക്ഷ രാവിലെ EP ജയരാജനും അത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ തുടർ അന്വേഷണം വേണമെന്ന നിലപാട് തന്നെയാണ് EP ജയരാജൻ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ LDFും ജയരാജന് ഒപ്പം നിൽക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ LDF ജയരാജനെ വിശ്വസിക്കണമോ വിശ്വസിക്കേണ്ട എന്ന രണ്ട് തരത്തിലുള്ള അഭിപ്രായമൊക്കെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ജയരാജന് പിന്നിൽ നിൽക്കാൻ തന്നെയാണ് ആ പാർട്ടിയുടെ തീരുമാനം. ഈ വിഷയത്തിൽ തുടർ അന്വേഷണം വേണം. മാത്രമല്ല ജയരാജനെ വിശ്വസിക്കേണ്ട ഘട്ടമാണിത്. ജയരാജനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യം ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് LDF കൺവീനർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇന്നലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോട്ടയം SP DGPക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്താണ് തീരുമാനമെന്ന് തീരുമാനിക്കേണ്ടത് DGP ആണ്. മാത്രമല്ല FIR ഇട്ട് കേസ് അന്വേഷിക്കണമോ അത് ഏത് തരത്തിലുള്ള കേസ് അന്വേഷണമാണോ വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം ഇനി DGPക്കാണ്. സ്വാഭാവികമായും LDF കൺവീനർ തന്നെ ഇതിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് സ്വാഭാവികമായും ഇത് തുടരന്വേഷണം ഉണ്ടാകാൻ സാധ്യത ഇന്നോ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും DC ബുക്സ് കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇനി DC എന്ത് വിശദീകരണം നൽകും എന്നാണ് നമുക്കിനി അറിയേണ്ടത്. കാരണം ഇന്നലെ രാത്രി EP ജയരാജന്റെ ആത്മഹത്യാ വിവാദത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെടുകയാണ് LDF.